ഹായ് ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ നാളത്തെ പ്രമോയിലേക്ക് സ്വാഗതം. അലീനയെ കാണാൻ രേവതിക്കുട്ടിയെയും ഗ്രേസമ്മയും മാമച്ചനും വരുന്നുണ്ട്. അലീനയെ കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം. രേവതിക്കുട്ടി ഓടിപ്പോയി അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം അവർ അകത്തേക്ക് കയറുന്നു. അലീനയെ കൂടെ കൊണ്ടുപോകട്ടെ എന്ന് ഗ്രേസമ്മ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കാൻ കാത്തു നിന്ന പോലെയാണ് വൈജയന്തി പറഞ്ഞത്. അതങ്ങ് കൊണ്ടുപോയിക്കൂടെ, പോ പോ എന്ന് പറഞ്ഞിട്ട് എത്രയായി, അതിന് ശല്യം ഒന്ന് പോയി തരണ്ടേ എന്ന് പറഞ്ഞ് അവരുടെ മുന്നിലിട്ട് അപമാനിക്കുകയാണ് അലീനയെ വൈജയന്തി. ഇതെല്ലാം കേട്ടുകൊണ്ട് മുകളിൽ നിന്നിരുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയെ ഇവരുടെ കൂടെ വിടാൻ എനിക്കിഷ്ടമല്ല എന്ന്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇവളെ ഇവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല, ഇവൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന്. അതിന് ബാലേന്ദ്രൻ പറയുന്നത്, അത് കൊല്ലപ്പള്ളിക്കാരുടെ രീതിയല്ല എന്ന്. ബാലചന്ദ്രൻ കൊല്ലപ്പള്ളിക്കാരുടെ രീതിയല്ല ബാലചന്ദ്രന് എന്ന്. അതിന് വൈജയന്തിയും വിട്ടുകൊടുക്കുന്നില്ല. ഇവളെ ഇവിടെ നിർത്താൻ ആരുടെയും സമ്മതം വേണ്ട, ഇവളുടെ സമ്മതം മാത്രം മതി. ഒരു തരം വാശിയും വെല്ലുവിളിയുമാണ് വൈജയന്തിക്ക്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, അത് കൈതയ്ക്കൽ നടത്തിയാൽ മതി. ഇവിടെ ബാലചന്ദ്രന്റെ വീട്ടിൽ അലീനയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല എന്ന്. അലീനയ്ക്ക് അത്രയും സംരക്ഷണം ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട് എന്ന് കണ്ട് വൈജയന്തിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും മതിയായി മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും പോകാനിറങ്ങുമ്പോൾ സങ്കടത്തോടെ ഒന്നും പറയാനാവാതെ നോക്കി നിൽക്കുകയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് രാജീവനെയാണ്. രാജീവനും മനുവും സംസാരിക്കുകയാണ്. മനുവിന്റെ ഭാഗത്തു നിന്നും തെല്ലൊരു സപ്പോർട്ടും സംരക്ഷണവും അലീനയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ സിംഗപ്പൂര് നിന്ന് വന്നത് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം നിനക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് നീ ഇതിൽ ഇടപെടണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ അവളെ ഇറക്കി വിടുമെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ മനു പറയുന്നത്, ന്യായത്തിന്റെ ഭാഗത്ത് എപ്പോഴും നിൽക്കുന്നതാണ് എനിക്കിഷ്ടം, ഞാൻ അതേ ചെയ്യുന്നുള്ളൂ എന്ന്. ഏതായാലും രാജീവൻ ബാലചന്ദ്രന്റെ അടുത്ത് വന്നെങ്കിലും സത്യം അറിയുമല്ലോ. വൈജയന്തി പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്, തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുകാല് തല്ലി ഒടിക്കണം എന്നാണ്. ആരുടെ മുട്ടുകാലാണ് തല്ലി ഒടിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇതോടുകൂടി ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല ഒരു പ്രമോവുമായി അടുത്ത പ്രാവശ്യം വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.